ഹലോ ഗൈസ്, മല്ലു ഹെൽത്ത് GPT എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് പറയാൻ പോകുന്നത് ഒമേഗ 3 ഫാറ്റി ആസിഡ്സുകളെ പറ്റിയാണ്. ഒമേഗ 3 ഫാറ്റി ആസിഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് വളരെ അത്യാവശ്യമായ ഒരു ഫാറ്റി ആസിഡാണ്. ഇത് നമ്മുടെ ശരീരത്തിൽ സ്വാഭാവികമായിട്ടുണ്ടാകുന്നില്ല. അതിനാൽ തന്നെ നമ്മൾ ഫുഡിലൂടെയോ അല്ലെങ്കിൽ സപ്ലിമെൻറ്റോ ആയിട്ട് നമ്മുടെ ശരീരത്തിലേക്ക് എത്തിക്കേണ്ടതുണ്ട്. 3 തരം ഒമേഗ 3 ഫാറ്റി ആസിഡുകളാണ് ഉള്ളത്. ഒന്ന്, ഇക്കോസാപെൻറ്റനോയിക് ആസിഡ്, EPA. നമ്മൾ ഫിഷിലാണ് കാണപ്പെടുന്നത്. നമ്മുടെ ഹാർട്ട് ഹെൽത്തിന് നന്നായി ബെനിഫിറ്റ് ചെയ്യുന്ന ഒരു ഫാറ്റി ആസിഡ്, ഒമേഗ 3 ഫാറ്റി ആസിഡാണ് അത്. പിന്നെ രണ്ടാമത്തെ ഒന്നാണ് ഡൊക്കോസാഹെക്സനോയിക് ആസിഡ്, DHA എന്നാണ് പറയുക. അതും ഫിഷിൽ നിന്നാണ് കിട്ടുന്നത്. നമ്മുടെ ബ്രെയിനിൻ്റെ ഫങ്ഷനെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യും. പിന്നെ ഒന്നാണ് ആൽഫ ലിനോലെനിക് ആസിഡ്, ALA. അത് നമ്മുടെ പ്ലാന്റ് സീഡ്സിലാണ് കാണപ്പെടുന്നത്. ഇത് വാൾനട്ട്സ് അങ്ങനത്തേനൊക്കെയാണ് കാണപ്പെടുന്നത്. ഈ ALA എന്ന് പറയുന്ന അത് നമ്മുടെ ശരീരത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ, അതായത് വാൾനട്ട് അങ്ങനത്തിൽ നിന്നുള്ള ഒമേഗ 3 ഫാറ്റി ആസിഡ് നമ്മുടെ ശരീരത്തിൽ എത്തിക്കഴിഞ്ഞാൽ അത് ഒന്നെങ്കിൽ EPA അല്ലെങ്കിൽ DHA ആയി മാറും. എന്നിരുന്നാലും ഈ കൺവേർഷൻ അത്രക്ക് വലിയ എഫിഷ്യൻ്റ് അല്ല. നമുക്ക് ഏറ്റവും നല്ലത് ഫിഷിൽ നിന്ന് കിട്ടുന്ന ഫാറ്റി ആസിഡ് തന്നെയാണ്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഒമേഗ 3യുടെ ഉപയോഗങ്ങളെ പറ്റിയാണ്. ഇത് ഹാർട്ട് ഹെൽത്തിനെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അഥവാ EPA അല്ലെങ്കിൽ DHA എന്ന് പറയുന്ന ഒമേഗ 3 ഫാറ്റി ആസിഡ് നമ്മുടെ ശരീരത്തിൻ്റെ ഇൻഫ്ലമേഷൻ കുറക്കും. പിന്നെ അതുപോലെ നമ്മുടെ ബ്ലഡ് പ്രഷർ കുറക്കും. അതുപോലെ തന്നെ നമ്മുടെ ഹാർട്ട് ഡിസീസൊക്കെ കുറച്ചുകൊണ്ട് നമ്മളെ ഹാർട്ട് ഹെൽത്തിനെ നന്നായിട്ട് ബെനിഫിറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഒമേഗ 3 നമ്മുടെ ബ്രെയിൻ ഹെൽത്തിനെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതായത് DHA ഫാറ്റി ആസിഡുകൾ നമ്മുടെ ബ്രെയിനിൻ്റെ ഫങ്ഷൻസായ തിങ്കിങ്, റീഡിങ് അങ്ങനത്തെ പരിപാടികൾക്കൊക്കെ നന്നായി ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ മെൻ്റൽ ഹെൽത്തിനെയും നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. പിന്നെ ഒമേഗ 3 നമ്മുടെ ഐ ഹെൽത്തിനെ നന്നായിട്ട് ബെനിഫിറ്റ് ചെയ്യുന്നുണ്ട്. DHA എന്ന് പറയുന്ന ഒമേഗ 3 ഫാറ്റി ആസിഡ് നമ്മുടെ റെറ്റിനയിലെ ഒരു കീ കമ്പോണൻ്റാണ്. അത് നമ്മുടെ വിഷനെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഒമേഗ 3 പിന്നെ നമ്മുടെ സ്കിന്നിനെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. അതായത് സ്കിൻ ഹൈഡ്രേഷൻ കൂട്ടിക്കാണ്ട് നമുക്ക് സ്കിന്നിനുണ്ടാകുന്ന പ്രശ്നങ്ങളായ എക്സീമ, പിന്നെ അതുപോലെ തന്നെ സോറിയാസിസ് എന്നീ 2 രോഗങ്ങളെ റെഡ്യൂസ് ചെയ്യാൻ ഒമേഗ 3 നമ്മളെ സഹായിക്കും. പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ജോയിൻറ്റ് ഹെൽത്തിന് ഒമേഗ 3 നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. അതായത് ഒമേഗ 3 ഹെൽപ്പ് ടു റെഡ്യൂസ് സിംറ്റംസ് ഓഫ് ആർത്രൈറ്റിസ് കുറക്കാൻ സഹായിക്കും. അതുപോലെ തന്നെ അതർ ഇൻഫ്ലമേറ്ററി ജോയിൻറ്റ് കണ്ടീഷൻസിനെ ഇല്ലാണ്ടാക്കാനും സഹായിക്കും. എന്തുകൊണ്ട് നമ്മൾ ഒമേഗ 3 സപ്ലിമെൻറ്റ്സ് എടുക്കണം? ഒന്നാമത്തത്, നമ്മുടെ ഫിഷിൽ നിന്നാണ് ഒമേഗ 3 മെയിനായിട്ട് നമുക്ക് കിട്ടുന്നത്. പക്ഷേ നമ്മൾ എന്നും ഫിഷ് കഴിച്ചോളണമെന്നില്ല. പിന്നെ നമുക്ക് ആവശ്യമുള്ള അത്ര ഒമേഗ 3 നമുക്ക് കിട്ടിക്കൊള്ളണമെന്നില്ല. അപ്പോൾ നമ്മൾ ഒമേഗ 3 സപ്ലിമെൻ്റ് എടുക്കണം. പിന്നെ ചില ഹെൽത്ത് കണ്ടീഷൻസിന് കൂടുതൽ ഡോസിൽ ഒമേഗ 3യുടെ ആവശ്യമുണ്ടാവും. അപ്പോൾ നമ്മൾ ഒമേഗ 3 എടുക്കണം. പിന്നെ അതുപോലെ വീഗൻ ഡയറ്റ് ഫോളോ ചെയ്യുന്നവർക്ക് കാര്യമായിട്ട് ALA ഫോമിലുള്ള ഒമേഗ 3 ആണ് കിട്ടുന്നത്. അതിനെ പിന്നെ ബ്രേക്ക് ചെയ്തിട്ടാണ് DHAയും EPAയും ആക്കുന്നത്. അതിനാൽ തന്നെ അവർക്ക് എഫിഷ്യൻ്റായിട്ട് കിട്ടിക്കൊള്ളണമെന്നില്ല. അപ്പോൾ അവർ ഒമേഗ 3 സപ്ലിമെൻ്റായിട്ട് എടുക്കണം. പിന്നെ പ്രധാനമായിട്ടുള്ള ഒരു ഒമേഗ 3യുടെ സോഴ്സാണ് നമ്മുടെ അയല മീൻ. അതിൽ നിന്ന് നല്ല ഒമേഗ 3 ഫാറ്റി ആസിഡ് കിട്ടും. പിന്നെ പ്ലാന്റ്സിൽ നമുക്ക് ചിയ സീഡ്, പിന്നെ വാൾനട്ട് എന്നിവയിൽ നിന്നും കിട്ടും.